ജൈനിസവുമായി ബന്ധപ്പെട്ടും അത്യാവശ്യം കുറച്ച് പോയിൻ്റുകളെങ്കിലും നമ്മൾ ഓർത്തിരിക്കണം. സാധാരണ പരീക്ഷയ്ക്ക് അതും വരാറുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ജൈനിസത്തിൻ്റെ ഫസ്റ്റ് തീർത്ഥങ്കര അഥവാ ഫൗണ്ടറായിട്ട് നമ്മൾ കാണുന്നത് ഋഷഭദേവ എന്ന് പറയുന്ന വ്യക്തിയെയാണ് ഫസ്റ്റ് തീർത്ഥങ്കര എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഫൗണ്ടർ എന്ന് അറിയപ്പെടുന്നത്. ആകെ 24 ജൈന തീർത്ഥങ്കരന്മാർ ഉണ്ടായിരുന്നതായിട്ടാണ് നമുക്ക് അറിവ് ലഭിച്ചിട്ടുള്ളത്. അതിൽ 24ാമത്തെ തീർത്ഥങ്കരനായിരുന്നു മഹാവീരൻ. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് ജൈനമതം ഏറ്റവും കൂടുതൽ ശക്തി പ്രാപിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരാണ് ഏറ്റവും കൂടുതൽ ജൈനമതവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കാറുള്ളത്. മഹാവീരൻ ഇന്നത്തെ ബീഹാറിലെ കുണ്ടാഗ്രാം എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചത്. 540 BC. ഓർക്കണം, അദ്ദേഹം ആദ്യത്തെ തീർത്ഥങ്കരനല്ല, 24ാമത്തെ തീർത്ഥങ്കരനായിരുന്നു മഹാവീരൻ. അദ്ദേഹം ബീഹാറിലെ കുണ്ടാഗ്രാം എന്ന സ്ഥലത്താണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് സിദ്ധാർത്ഥൻ എന്നായിരുന്നു, അമ്മയുടെ പേര് ത്രിശാല എന്നായിരുന്നു. മഹാവീരൻ്റെ അച്ഛൻ്റെ പേര് സിദ്ധാർത്ഥൻ, അമ്മയുടെ പേര് ത്രിശാല. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയുടെ പേര് യശോധ എന്നായിരുന്നു. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു മോളുണ്ടായിരുന്നു, മോളുടെ പേര് പ്രിയദർശിനി എന്നായിരുന്നു. ജിംബിക് ഗ്രഹ എന്ന സ്ഥലത്ത് വെച്ചാണ് മഹാവീരൻ എൻലൈറ്റൻ ആയത്, അഥവാ അദ്ദേഹം കൈവല്യൻ ആയി എന്നാണ് ജൈനമതത്തിൽ പറയുന്നത്. അദ്ദേഹം 468 BC പാവപുരി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് അദ്ദേഹത്തിൻ്റെ 72ാമത്തെ വയസ്സിൽ മരണമടഞ്ഞു. ജൈനമതം പ്രധാനമായിട്ട് 5 ഡോക്ട്രീൻസാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതിലൊന്നാമത്തത് അഹിംസയാണ്, അതായത് വയലൻസ് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുക. രണ്ടാമത്തത് ആസ്തേയ. ആസ്തേയ എന്ന് പറഞ്ഞാൽ മോഷ്ടിക്കാതിരിക്കുക, നാഷ്ടേയ. അതുപോലെ അപരിഗ്രഹ. അപരിഗ്രഹ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവൻ്റെ പ്രോപ്പർട്ടികൾ പിടിച്ചെടുക്കാതിരിക്കുക. ഇതാണ് മൂന്നാമത്തെ ഡോക്ട്രീൻ. അതുപോലെ സത്യ, നുണ പറയാതിരിക്കുക. അതാണ് സത്യ എന്ന ഡോക്ട്രീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ബ്രഹ്മചര്യ, അതായത് ബ്രഹ്മചര്യ എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടിനൻസ് ഉണ്ടാക്കുക, അതാണ് ബ്രഹ്മചര്യ എന്ന് പറയുന്നത്. മാനസികമായിട്ട് മിതത്വം പാലിക്കുന്ന അവസ്ഥ. ഇങ്ങനെ 5 ഡോക്ട്രീനുകളാണ് ജൈനമതവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. അതുപോലെ ജൈന സമ്മേളനങ്ങൾ, ജൈന കൗൺസിൽസ്, പ്രധാനപ്പെട്ട ജൈന കൗൺസിൽസ് ഏതാണെന്നും നമ്മൾ ഓർത്തിരിക്കണം. ഒന്നാമത്തേത് 300 BC യേശുക്രിസ്തു ജനിക്കുന്നതിന് 300 വർഷം മുമ്പാണ്. പാടലീപുത്രത്തിൽ വെച്ച് തന്നെയാണ് നടക്കുന്നത്. അതുപോലെ സ്ഥൂലഭദ്ര എന്ന രാജാവിൻ്റെ നേതൃത്വത്തിലാണ് ആദ്യത്തെ ജൈന കൗൺസിൽ നടക്കുന്നത്. അത് ഓർത്തിരിക്കുക. രണ്ടാമത്തെ ജൈന കൗൺസിൽ വല്ലഭി എന്ന് പറയുന്ന സ്ഥലത്ത് AD 5ാം നൂറ്റാണ്ടിലാണ്. AD 5th century രണ്ടാമത്തെ ജൈന കൗൺസിൽ നടക്കുന്നത്. അത് ഓർത്തിരിക്കുക. അതുപോലെ ഈ വല്ലഭിയിൽ അന്ന് രണ്ടാമത്തെ ജൈന കൗൺസിൽ നടന്നപ്പോൾ അത് നടത്തിയത് ശ്യാമശ്രമണ എന്ന രാജാവായിരുന്നു. 12 അംഗങ്ങളും 2 ഉപാംഗങ്ങളുമുള്ള ഒരു പുസ്തകം അന്ന് രചിക്കപ്പെട്ടു. അത് അർത്ഥമഗധി ലാംഗ്വേജിലാണ് രചിക്കപ്പെട്ടത്. ജൈനിസം പിന്നീട് 2 സെക്ഷൻസായിട്ട് തിരിഞ്ഞു. ഈ വല്ലഭിയിലെ കൗൺസിലിംഗ് ശേഷമാണ്, വല്ലഭിയിലെ മഹാസമ്മേളനത്തിന് ശേഷമാണ് അങ്ങനെ 2ആയിട്ട് തിരിഞ്ഞത്. ശ്വേതംബര, ദിഗംബര എന്ന 2 വിഭാഗങ്ങളായിട്ട് ജൈനമതം ഈ 5th century വേർപെട്ടു.